ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിലെ വിഷയം വന്ധ്യതയാണ്, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ നോഷിൻ അഷ്റഫ്. ഡോക്ടർ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറാണ്. ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഒരു സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതിനകത്ത് ഡോക്ടർ ഇവിടെ ഉള്ളത്. നമുക്ക് ഡോക്ടറോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇൻഫെർട്ടിലിറ്റി എന്താണ്, ഇൻഫെർട്ടിലിറ്റി എന്തുകൊണ്ടുണ്ടാകുന്നത്, ഇതെല്ലാം ഡോക്ടർ വിശദമായിട്ട് പറയുന്നതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓവർ ടു ഹെർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ നോഷിൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ ഇൻഫെർട്ടിലിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ, ഇപ്പം കല്യാണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും കുട്ടികളുണ്ടാവണം ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ? അതെ, അതായത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷവും നാച്ചുറലി ട്രൈ ചെയ്തതിന് ശേഷവും പ്രഗ്നൻ്റ് ആവാത്ത ദമ്പതികൾ മാത്രമേ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ടേം പറയുകയുള്ളൂ. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു 15 കപ്പിളിൽ ഒരു കപ്പിളിനായിരുന്നു ഇൻസിഡൻസ് ഇൻഫെർട്ടിലിറ്റി ഇൻസിഡൻസ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇൻസിഡൻസ് വളരെ ഡ്രാസ്റ്റിക്കലി ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു 8 കപ്പിളിൽ ഒരു കപ്പിളിന് ഇൻഫെർട്ടിലിറ്റി സാധ്യത ഉള്ളതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇവാലുവേഷൻ വേണ്ട. ഒരു വർഷം ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ഇവാലുവേഷൻ ആവശ്യമുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം എന്ന് പറഞ്ഞല്ലോ, ഒരു ടൈം പീരീഡ് പറഞ്ഞു. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് നാച്ചുറലി ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ എവാലുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഏജിന് എന്തെങ്കിലും ഒരു അതെ ഉണ്ട്. ഇപ്പം ഈ 1 ഇയർ എന്നുള്ളത് ഇപ്പോൾ സപ്പോസ് ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീയുടെ പ്രായം ഒരു 35-ന് മേലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉള്ള ആളാണെങ്കിൽ, സപ്പോസ് ഒരു 2-3 മാസം കൂടുമ്പോഴേ മെൻസസ് വരികയുള്ളൂ, അല്ലെങ്കിൽ മെൻസസ് ആകുമ്പോൾ സിവിയർ വയറുവേദന, ബാക്ക് ഏക്ക്, അല്ലെങ്കിൽ ഓൾറെഡി ഡയഗ്നോസ്ഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം ട്രൈ ചെയ്തതിന് ശേഷം ഉടനെ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുന്നത് നന്നായിരിക്കും. അതായത് ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് ടൈം ഫ്രെയിം കുറയും. അതെ, ഡെഫിനറ്റ്ലി. ഏജ് കൂടുന്തോറും ഒരു ഫീമെയിൽ ഓവറിയിലെ അണ്ടങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും രണ്ടിനെയും വളരെയധികം ബാധിക്കുന്നതാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരു 6 മാസം ട്രൈ ചെയ്തതിന് ശേഷം ഇവാലുവേഷൻ വേണ്ടതാണ്. ഓക്കെ, ഇപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു, കണ്ടുണ്ടായിരുന്നതിനേക്കാളും വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് ഇൻഫെർട്ടിലിറ്റിയുടെ ഇൻസിഡൻസ്, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എത്ര പേരിൽ 100-ൽ മുമ്പ് 10 പേർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50, ഞാനൊരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുന്നത്, ഇപ്പോൾ 50 പേർക്കുണ്ടെന്ന് വെച്ചോളൂ. ഡോക്ടർ പറഞ്ഞു ഡ്രാസ്റ്റിക്കലി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ അതിന് ഇങ്ങനെ കൂടാൻ? അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതി തന്നെയാണ്. അതായത് ഇപ്പോൾ ഉള്ള സ്ട്രെസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ഈ പൊല്യൂഷൻ, പിന്നെ മെയിനായിട്ട് ഭക്ഷണത്തിലുള്ള പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യണ പോലെ തന്നെ ഇൻഫാക്റ്റ് ഈ ഓവറീസും ടെസ്റ്റിസും ദേ ആർ ഈവൺ മോർ സെൻസിറ്റീവ്. അതിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ്, ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒബീസിറ്റി. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള ഒബീസിറ്റി, അതും ഇതിൻ്റെ ഇൻഫെർട്ടിലിറ്റീൻ്റെ നിരക്ക് കൂട്ടാനായിട്ട് ഒരു കാരണമാണ്. പിന്നെ അഗൈൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ പ്രായം, ഒരു ഐഡിയലി ഒരു കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് കൺസെപ്ഷൻ അറ്റ്ലീസ്റ്റ് ഒരു 20-30 വയസ്സിനിടയിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഒരു 30 വയസ്സിന് മേലെയാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഒരു 20% കുറയുകയും, ഒരു 35 വയസ്സാകുമ്പോഴേക്കും അതൊരു 40%, 40 വയസ്സിന് മേലെ ആകുമ്പോഴേക്കും ഒരു 95% ലോവർ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതെ. ഈ സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്ത്രീകളിലെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീകളിലെ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞു, ഏജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, എന്നാലും കൂടുതൽ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്ത്രീകളിലെ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു ഭൂരിഭാഗം, അതായത് 1/3 കേസസ് കാണുന്നത് ഓവുലേഷൻ ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ്. അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനം മര്യാദ സാധാരണഗതിയിൽ നടക്കാത്ത അവസ്ഥയാണ്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ, സ്ത്രീകളിലെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ആരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും ഉടനെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ് PCOD. അതെ, PCOD. അപ്പം PCOD അങ്ങനെ ഒരു അത്രയും വലിയൊരു ഭീകരമായ സാധനമാണോ? PCOD അത്രയ്ക്കും ഭീകരമായൊരു സാധനമല്ല. പലപ്പോഴും അത് ഓവർ ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. നോക്കുകയാണെങ്കിൽ ഒരു 70% ആൾക്കാർക്ക് PCOD ഉണ്ടെന്നാണ് പലരും ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു കറക്റ്റ് ഡയഗ്നോസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു PCOD എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ്സിന് വേണ്ടി പറയുകയാണ്, അതൊരു ജനറ്റിക് ഡിസീസാണ്. അതായത് PCOD സ്ത്രീകളിൽ
ഓവറീസിൽ അണ്ടങ്ങൾ സാധാരണ സ്ത്രീകളെക്കാട്ടിലും വളരെയധികം കൂടുതലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണ്ടങ്ങൾ മെച്യൂരിറ്റി എത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രത്യേക സ്റ്റേജിന് ശേഷം അവർ മെച്യൂരിറ്റി അറസ്റ്റായി പോകുന്നു. അതുകൊണ്ട് അണ്ടോൽപാദനം ഫുൾ നടന്ന് ഓവുലേഷനായി പ്രഗ്നൻ്റ് ആകുന്നില്ല. ഈ PCOD അത്യാവശ്യം നല്ലൊരു ശതമാനം കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്, ചോദിച്ചതാണ്. PCOD ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താ മാർഗം നമുക്ക്? വേറെ ഇതിൻ്റെ PCODയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഈ മെൻസ്ട്രേഷൻ അത് ഡിലേ ആകുന്നത്. പിന്നെ ഈ PCOD പേഷ്യൻസ് അത് 2-3 മാസങ്ങൾ കൂടുമ്പോഴേ മെൻസ്ട്രേഷൻ വരികയുള്ളൂ. വന്നാൽ തന്നെ ബ്ലീഡിങ് ഒന്നിലും കുറവായിരിക്കും, അല്ലെങ്കിൽ വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ PCOD പേഷ്യൻസിന് മെയിൽ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. സോ അതോട് ബന്ധപ്പെട്ട് മുഖത്തും ശരീരത്തും രോമവളർച്ച കൂടുതൽ, തടി, മെയിൻലി സെൻട്രൽ ഒബീസിറ്റി, വയറ് ചാടുന്നത് കൂടുതൽ. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സൊക്കെയാണ് പൊതുവെ PCODയുടെ നമ്മൾ ഡയഗ്നോസിസിന് വേണ്ടി വെച്ചിരിക്കുന്നത്. സോ PCOD ഒരു കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമല്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ഡോക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ചാൻസ് ഉള്ള ഒരു ഡിസീസാണിത്. ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അധികം കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റിനൊന്നും ഒരു ആവശ്യമേ ഇല്ല. ഇതിന് ഒരു വെയിറ്റ് റിഡക്ഷനും പിന്നെ ചെറുതായിട്ട് അണ്ടങ്ങൾ വലുതാവാനുള്ള മരുന്ന് കൊടുത്താൽ തന്നെ ഒരു 60-65% ആൾക്കാർക്കും പ്രഗ്നൻസി സുഖമായിട്ടാവുന്നതാണ്. ഈ PCODയുടെ കാരണം പറയുന്നത്, PCODയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞത് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞത് അനോവുലേഷൻ അല്ലെങ്കിൽ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുക, ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. വേറെ പിന്നെ ഉള്ളൊരു കോമണസ്റ്റ് കോസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് ആണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ലൈനിങ് സെൽസ്, ഇത് യൂട്രസിന് പുറത്ത് അതായത് കുടലുകളിലും പിന്നെ ഓവറീസിൽ ഒക്കെ കാണുന്ന ഒരു അസുഖമാണത്. ഇത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ സമയത്ത് യൂട്രസിൻ്റെ ലൈനിങ് ബ്ലീഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ പുറത്തുള്ള സെൽസും ബ്ലീഡ് ചെയ്യും. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പേഷ്യൻറ്റിന് വളരെയധികം മെൻസ് സമയത്ത് ഭയങ്കര സിവിയർ വയറുവേദന, ഭയങ്കര സിവിയർ പുറം വേദന, കാലിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന വേദന, ഇതൊക്കെ അനുഭവപ്പെടും. ഈ എൻഡോമെട്രിയോസിന് ഈ PCOD പോലെ അത്ര നല്ല ഒരു പ്രോഗ്നോസിസ് അല്ല എൻഡോമെട്രിയോസിന്. എൻഡോമെട്രിയോസിസ് ഏർലി ഡയഗ്നോസ് ചെയ്ത് വളരെ ഏർലി ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. കാലപ്പഴക്കം ചെല്ലുന്തോറും അതിൻ്റെ പ്രഗ്നൻസി ഔട്ട്കം വളരെയധികം മോശമായിരിക്കും. എൻഡോമെട്രിയോസിൻ്റെ കാര്യം നമ്മൾ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു, വെയിറ്റ് കൂടുന്നതിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഇനാക്ടിവിറ്റി, ഇതെല്ലാം പറഞ്ഞു. പിന്നെ PCOD, എൻഡോമെട്രിയോസിസ്, ഇത് ഇത്രയും പറഞ്ഞതല്ലാതെ ഇനി എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കുറച്ചുകൂടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാരണങ്ങളുണ്ടോ? അതെ, ഇതല്ലാതെ വേറെ ഒരു കോമൺ കോസ് എന്ന് പറയുന്നത് ട്യൂബൽ ബ്ലോക്ക് ആണ്. അതായത് ഈ അണ്ടോൽപാദനം നടന്ന് അണ്ടം പൊട്ടിയാൽ തന്നെ അത് ട്യൂബാണ് പിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ട്യൂബിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ, അല്ലെങ്കിൽ യൂട്രസ് അതായത് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, അല്ലെങ്കിൽ അഡിഷൻസ്, പിന്നെ എൻഡോമെട്രിയത്തിൻ്റെ അതായത് യൂട്രസിൻ്റെ ലൈനിങ്ങിനുള്ള കട്ടിക്കുറവ്, അതിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ സെർവിക്സിൻ്റെ ഉള്ള പ്രോബ്ലംസ്, ഇതൊക്കെയാണ് വേറെ. അതൊക്കെ ഒരു മൈനർ കോസസ് ഒക്കെയാണ്. മൈനർ വേറെ ഒരു 40% കോസസ് ആണ്. പക്ഷേ മെയിൻ ഈ പറഞ്ഞ പോലെ PCOD, എൻഡോമെട്രിയോസിസ് ഒക്കെ തന്നെയാണ്. ഒരു ഇൻഫെർട്ടിലിറ്റി ഉള്ളൊരു, അല്ലെങ്കിൽ ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാത്തൊരു പേഷ്യൻറ്റിനെ, ഒരു ലേഡിയെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇത് അങ്ങനെ ഒരു ലേഡീനെ കിട്ടിയാൽ പോരാ. ആസ് ഇതൊരു കപ്പിൾ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OPയിൽ പേഷ്യൻ്റ് വൈഫ് മാത്രമാണ് വരുന്നത്. ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ പറയും ഇല്ല പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല, മാതറിലോ പറഞ്ഞു എൻ്റെ മോനെ ഒരു കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാണ് വരുന്നത് പേഷ്യൻ്റ്. പക്ഷേ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കിട്ടിയോണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ശരിയായ രീതിയിൽ നടത്താൻ പറ്റില്ല. കാരണം പഴയ സ്റ്റഡീസ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പഴയ സ്റ്റഡീസ് പറയുകയാണെങ്കിൽ ഒരു 60% കാരണങ്ങൾ സ്ത്രീകളുടെയും 40% മാത്രമേ പുരുഷവന്ധ്യത കാരണമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. രണ്ടുപേരും തുല്യ ഓൾമോസ്റ്റ് 50-50 ആണ്. സോ ഒരു രണ്ടുപേരും കിട്ടി, അതായത് നമ്മൾ ലേഡീനെ മാത്രം ട്രീറ്റ് ചെയ്ത് ഒരു ഹയർ ലെവലിലേക്ക് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുക പുരുഷന് ഒട്ടും ബീജമില്ല എന്നുള്ളത്. ദെൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് മാറ്റേണ്ടി വരും. സോ ഒരു കപ്പിൾ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റ് ആണ് ഇതിൻ്റെ ഒരു ഐഡിയൽ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ സമീപിക്കുക? ഒരു കപ്പിളിനെ കിട്ടുകയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ ഇവാലുവേഷൻ എന്തായിരിക്കും നിങ്ങളുടെ പ്രൊസീജിയർ? ഇപ്പം ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് സെമൻ അനാലിസിസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ബീജത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. വൈഫിനെ സംബന്ധിക്കുകയാണെങ്കിൽ ഒരു ഹോർമോൺ ഇവാലുവേഷൻ, പിന്നെ ഒരു ബേസിക് സ്കാനിങ്, പിന്നെ ട്യൂബ് പേറ്റൻ്റ് ആണോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ. ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ കപ്പിളിന് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് ഉള്ള കാരണം ഓൾമോസ്റ്റ് ഒരു 99% കണ്ടുപിടിക്കാൻ പറ്റാവുന്നതാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് പോകുന്ന പലരുമായി പലപ്പോഴും സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരെല്ലാവരും പറയുന്ന
രണ്ട് വാക്കുകളാണ് മെയിൻ പറയുന്നത്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് സ്കാനിങ്, ഒന്ന് ലാപ്രോസ്കോപ്പി. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ട്രീറ്റ്മെൻറ്റിൽ? സ്കാനിങ് വഴിയാണ് നമ്മൾ ഈ PCOD, പിന്നെ അല്ലാതെ വേറെ ഗർഭാശയത്തിലെ മുഴകൾ, പിന്നെ ചെറിയ രീതിയിലുള്ള അഡിഷൻസ്, പിന്നെ ഈ പോളിപ്പുകൾ, ഇതെല്ലാം, പിന്നെ എങ്ങനെയാണ് യൂട്രസിന് അനാറ്റമി, പിന്നെ ട്യൂബ് നമ്മൾ സാധാരണഗതിയിൽ കാണില്ല. പക്ഷേ ഹൈഡ്രോസാൽപിക്സ് എന്നുള്ള അസുഖം ഉണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ പോകുന്നില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും, സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു ഡയഗ്നോസ്റ്റിക് ആസ് വെൽ ആസ് തെറാപ്യൂട്ടിക് മൊഡാലിറ്റിയാണ്. അതായത് നമുക്ക് തത്സമയം കണ്ടുപിടിക്കുകയും അതോടൊപ്പം അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് നൽകാവുന്ന ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. സോ ലാപ്രോസ്കോപ്പി ഈ PCOD പേഷ്യൻസിൽ എൻഡോമെട്രിയോസിസ് പേഷ്യൻ്റ്, അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരു ചെറിയൊരു വിഭാഗം കാറ്റഗറി ഉണ്ട്, ഈ ടെസ്റ്റുകളൊക്കെ എല്ലാം നോർമലായിരിക്കും. ഈ പറഞ്ഞ സെമൻ ടെസ്റ്റിങ്ങും ഈ സ്കാനിങ്ങും ട്യൂബൽ പെഗ്നൻസി ടെസ്റ്റ് എല്ലാം നോർമലായിരിക്കും, പക്ഷേ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. അവരെയാണ് നമ്മൾ അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി കാറ്റഗറി എന്ന് പറയുന്നത്. അവർക്ക് അവരാണ് ശരിക്കും ഒരു നല്ല ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലേക്ക് പോകേണ്ടത്. കാരണം അവർക്ക് കുറച്ചുകൂടി അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പലപ്പോഴും നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും ഇംപ്ലാന്റേഷൻ ഫെയിലിയർ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ ആണ് അവരുടെ മൂലകാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. പിന്നെ അതനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ലാപ്രോസ്കോപ്പിയിലൊക്കെ പറഞ്ഞ പോലെ അതെ, ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ ഒരു കോമൺ ടേമാണ് കീ ഹോൾ സർജറി എന്ന് ഉദ്ദേശിച്ചത്. അതായത് ചെറിയ ഒരു 5 മില്ലിമീറ്റർ 6 മില്ലിമീറ്റർ കുഴലിൽ കൂടെ നമുക്ക് എൻറ്റയർ വയറ് കാണുകയും അതിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ പ്രത്യേക പോയിന്റ്, അതായത് എന്താണ് അസുഖം വെച്ചാൽ അത് അപ്പം തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലാപ്രോസ്കോപ്പിയിൽ പക്ഷേ ഇത് ഒരു ലാപ്രോസ്കോപ്പി ചെയ്യണോ വേണ്ടതെന്നുള്ളത് നമ്മൾ അത് വളരെയധികം ഡിസ്കസ് ചെയ്തെടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. പലപ്പോഴും 1-2 വട്ടത്തിൽ കൂടുതൽ ലാപ്രോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ ഈ അഡിഷൻസ് ഉണ്ടാവുകയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും അത് കാരണം പ്രഗ്നൻസി കുറയാനും ചാൻസ് ഉണ്ട്. ലാപ്രോസ്കോപ്പി നോക്കിയിട്ട് വേണം ചെയ്യാൻ. 1-2 വട്ടത്തിനേക്കാളും കൂടുതൽ ചെയ്യുകയാണെങ്കിൽ കുടലിനുള്ളിൽ ഒട്ടിപ്പിടുത്തം, യൂട്രസും ട്യൂബും തമ്മിൽ ഒട്ടിപ്പിടിക്കുക, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും. അതെ, ഡെഫിനറ്റ്ലി അതെ. ഇപ്പോൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഒരു കേസ് കിട്ടി, ആ കേസിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് കാരണങ്ങൾ എന്തുമായിക്കോട്ടെ അത് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഭൂരിഭാഗം കേസുകൾക്കും വലിയ കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. അണ്ടോൽപാദനം ഉണ്ടാവാനുള്ള മരുന്നുകൾ, അതായത് ക്ലോമിഫിനോ ഇഞ്ചെക്ഷൻസ് ഒക്കെ നൽകി അണ്ടം വലുതായതിനു ശേഷം, അണ്ടം മെച്ചുറായി ഉറപ്പായി ഓവുലേഷൻ ആയതിനു ശേഷം അതോടെ ബന്ധപ്പെട്ട് തന്നെ പേഷ്യൻ്റെ അടുത്ത് ഒന്നില്ലെങ്കിൽ ടൈംഡ് ഇൻ്റർകോഴ്സ്, അതായത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ IUI ചെയ്ത് പ്രഗ്നൻസി ആകാവുന്നതാണ്. പിന്നീട് അങ്ങനെ ആകുന്നില്ല നോർമലി. അതായത് ഈ IUI കുറിച്ച് പറയുകയാണെങ്കിൽ, IUI എന്ന് പറയുന്നത് ഇൻട്രായൂട്രൻ ഇൻസെമിനേഷൻ ആണ്. അതായത് ഹസ്ബൻഡിൻ്റെ ബീജം കൾച്ചർ മീഡിയയിൽ ഇട്ട് വാഷ് ചെയ്ത് നല്ല ക്വാളിറ്റി നോർമലുമായിട്ടുള്ള സ്പേം എടുത്തിട്ട് ഫീമെയിൽ യൂട്രസിൽ വെക്കുന്ന പ്രൊസീജിയറിനെയാണ് IUI എന്ന് പറയുന്നത്. ഇതിൻ്റെ സക്സസ് റേറ്റ് ഒരു 10-20% ആണ്. പക്ഷേ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു 3-4 വട്ടം ഇതുപോലെ കൺട്രോൾഡ് ഓവേറിയൻ സ്റ്റിമുലേഷൻ പ്ലസ് IUI ട്രീറ്റ്മെൻറ്റിൽ കൂടി തന്നെ പ്രഗ്നൻസി ആയി കാണാറുണ്ട്. പക്ഷേ എഗെയിൻ ഈ പലപ്പോഴും OP വരുന്ന പേഷ്യൻസ് 10-12 വട്ടം IUI ചെയ്ത് വരുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു ലോജിസ്റ്റിക്സും ഇല്ല. അതായത് ഒരു 3-4 വട്ടം IUI ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ദേ നീഡ് ആൻ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ്. അതിൽ അവർക്ക് കാര്യമായിട്ടുള്ള പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ പേഷ്യൻ്റെ പൈസ പോവുകയും സമയം നഷ്ടപ്പെടുകയും ചെയ്യുന്നു, അല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. ഈ IUI അതൊരു ഓപ്ഷൻ. IUI ആണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലെ പ്രൊസീജിയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള IUI ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? അതിലും പറ്റുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിന്, റെസിസ്റ്റൻറ്റ് PCOD, എൻഡോമെട്രിയോസിസ് പേഷ്യൻസിനൊക്കെ നമുക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ICSI എന്ന് പറയുന്നത്. അതായത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എക്സ്റ്റേണലി പ്രത്യേക ഇഞ്ചക്ഷൻസ് ഒക്കെ നൽകി അണ്ടത്തെ വളർത്തിയെടുത്ത് അണ്ടത്തെ നമ്മൾ ആർട്ടിഫിഷ്യലി പിക്ക് ചെയ്ത് പുറത്തെടുത്ത്
സ്പേം അഗെയിൻ കൾച്ചർ മീഡിയയിലേക്ക് ഇട്ട് നമ്മൾ നല്ല ക്വാളിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ക്വാളിറ്റി ബീജത്തെ വെച്ച് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇക്സി എന്ന് പറയുന്നത്. പുറത്ത് വെച്ച് ചെയ്ത് അങ്ങനെ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം അത് ഭ്രൂണമായി മാറും. ആ ഭ്രൂണത്തിനെ കൾച്ചർ മീഡിയയിൽ വെച്ച് വളർത്തി നമ്മളൊരു അതും പുറത്താണ് നടക്കുന്നത്. ഡോക്ടർ അവസാനം ഡോക്ടർ ബ്രേക്കിന് മുമ്പ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇക്സിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇക്സിയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 30 to 40% ആണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നിക്സ് അതായത് വിട്രിഫിക്കേഷൻ, അതുപോലെ എംബ്രിയോസ്കോപ്പ് വെച്ചിട്ട് ഈ എംബ്രിയോ അതായത് ഭ്രൂണത്തിനെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ നിരീക്ഷിച്ച് നല്ല ക്വാളിറ്റി ഭ്രൂണത്തിനെ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയയിലൂടെ ഇതിൻ്റെ സക്സസ് റേറ്റ് ക്രാഫ്റ്റിൽ ഇപ്പോൾ 60 to 65% ആണ്. കുറേ കൂടെ കൂട്ടാൻ പറ്റും ഡെഫിനറ്റ്ലി. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഉള്ളിലുണ്ടായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ആണ്. ഈ ഇക്സി അല്ലെങ്കിൽ IUI ഇതുപോലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഒരുപാട് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 100% ഹോർമോൺ ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. പേഷ്യൻസ് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹോർമോൺ ബേസ് ഒരുപാട് ഹോർമോണൽ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പൊതുവേ പേഷ്യൻസിൻ്റെ ഹെൽത്ത് മോശമാവുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ശരിയാണോ തെറ്റാണോ? അത് ഡെഫിനറ്റ്ലി തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ആകെ ഉള്ളൊരു ഇതെന്ന് പറയുന്നത് അടുപ്പിച്ച് ഒരു 6-7 മാസം അടുപ്പിച്ച് നമ്മൾ ഇഞ്ചക്ഷൻസും മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഭാവിയിൽ ക്യാൻസർ ഉണ്ടാവാനും അല്ലെങ്കിൽ ഓവറി വേഗം പ്രീമച്വർ മെനപ്പോസ് അതായത് മെനപ്പോസ് ഏർലി ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ആസ് സച്ച് ഇത് വളരെ സേഫ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ തന്നെ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ കുത്തിവെക്കുന്നു. അതെ, ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഡിഫക്റ്റ്. ആ ഡിഫക്റ്റ് ഒന്നിലും നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച് നമ്മൾ എക്സ്റ്റേണലി അതിൻ്റെ കറക്റ്റ് വേയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇത് വേറെ ഒരു ഫോറിൻ എൻ്റയർലി ഡിഫറെൻറ്റ് സാധനം അങ്ങനെയല്ല. സിന്തറ്റിക് ഒന്നും അല്ല കൊടുക്കുന്നത്. സിന്തറ്റിക്കും ആണ്, ബട്ട് ഇറ്റ് ഇസ് സേഫ്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി സേഫ്. ഓക്കെ, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ 100% ഫീമെയിൽ കോസസ് അല്ല, മെയിൽ കോസസും ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ മെയിൽ കോസസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ കോസസിനെ കുറിച്ചൊന്നും പറയുന്നത് കുഴപ്പമില്ല. നമ്മൾ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങി വന്നാൽ ഡെഫിനറ്റ്ലി മെയിൽ കോസസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എസോസ്പെർമിയ, അതായത് മെൻ വിത്തൗട്ട് എനി സ്പെർംസ്. ഈവൻ ബീജം ബയോപ്സി ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ടീസർ ചെയ്തിട്ട് പോലും ബീജം കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ഉള്ളവർക്കുള്ളൊരു വലിയൊരു അനുഗ്രഹമാണ് മൈക്രോടീസ എന്ന് പറഞ്ഞ പ്രൊസീജിയറിനെ കണ്ടുപിടുത്തം. ഇതിപ്പം അതെ, മൈക്രോടീസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ക്രാഫ്റ്റിൽ 2012 ആരംഭിച്ചത്. ഫസ്റ്റ് ഇന്ത്യയിലെ ക്രാഫ്റ്റിലാണ് തുടങ്ങിയത്. ഇത് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ വൃക്ഷണത്തിൽ നിന്ന് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, അതിൽ നിന്ന് ബീജത്തിനെ സൂക്ഷ്മീകരിച്ചെടുത്ത് ഇക്സി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് മൈക്രോടീസ ഇക്സി. അതെ, അങ്ങനെ ചെയ്യുന്നതാണ് ഈ മൈക്രോടീസ ഇക്സി എന്ന് പറയുന്നത്. ഇതിപ്പം തുടങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 1.5 years ആയി. ഇപ്പം ഇതിനോടകം തന്നെ ക്രാഫ്റ്റിൽ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി 35 കുട്ടികൾ ഇതിൽ നിന്ന് മാത്രം ജനിച്ചിട്ടുണ്ട് ഈ മൈക്രോടീസ ഇക്സിയിലൂടെ. ഓക്കെ, വേറൊരു ചോദ്യം. ഈ പൊതുവെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് മിക്സി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നവർക്ക് ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ, അത് കാര്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി, നല്ല ഒരു ടീം വർക്ക് ഉള്ള ഒരു സെൻറ്റർ, അതായത് നല്ല ഒരു IVF കൺസൾട്ടൻറ്റ്, നല്ല സ്പെഷ്യലിസ്റ്റ് എംബ്രിയോളജിസ്റ്റ്, നല്ല ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സെൻറ്ററിൽ ഈ 2-3 കുട്ടികളെ ഗർഭം കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നല്ല ഒരു ക്വാളിറ്റി എംബ്രിയോ. കാരണം ഈ 2-3 ട്രിപ്ലെറ്റ്സും ട്വിൻസൊക്കെ ഉള്ള പ്രഗ്നൻസിക്ക് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അവർക്ക് ഏർലി ഷുഗർ ഉണ്ടാവുകയും പ്രഷർ ഉണ്ടാവുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, പ്രീ ടേം ഡെലിവറി എല്ലാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു നല്ല ക്വാളിറ്റി എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അല്ല, അത് തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷേ കൂടുതലും അങ്ങനെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഡോക്ടേഴ്സ് ടോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഈ ഡിസ്കഷൻ ഡോക്ടർ നോഷിൻ അഷ്റഫ്, ഡോക്ടർ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടറാണ്. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചാണ് ജനറലായിട്ട് ഡോക്ടർ സംസാരിച്ചത്. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ ഒരു ഒരു സയൻറ്റിഫിക് സ്റ്റാറ്റസ് വെച്ചിട്ട് ഈ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം കൂടുതലും ഫീമെയിൽസിനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഫീമെയിൽസിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ലേഡീസിൻ്റെ കാരണം കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത്, പുരുഷന്മാർക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഒരു സങ്കല്പിച്ചിരുന്നൊരു കാലം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇന്ന് 50-50 ചാൻസാണ് മെയിൽസിനായാലും ഫീമെയിൽസിനായാലും ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ അവരിലുണ്ടാകാൻ 50-50 ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, കപ്പിൾ ഓറിയൻറ്റഡ്, രണ്ടുപേരും ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റിന് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും സ്ട്രൈക്ക് ചെയ്ത 1-2 പോയിൻറ്റ്സാണത്. ഒന്നത്, 2 ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഏജ്, വയസ്സ് ഒരു 30 വയസ്സിന് ശേഷം, ഡോക്ടർ പറഞ്ഞനുസരിച്ച് അങ്ങനെ 30 വയസ്സിന് ശേഷം ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം കൺസീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറയുകയാണ്. അപ്പോൾ കല്യാണം കഴിച്ച് 1 വർഷം ഒരുമിച്ച് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ട്രൈ ചെയ്തതിന് ശേഷം അത് നടക്കുന്നില്ലെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, കല്യാണം നേരത്തെ കഴിക്കുക. 2, കല്യാണം കഴിച്ചാൽ ഒരുപാട് നാൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക, ഒരുപാട് നാൾ ഫാമിലി പ്ലാനിങ്ങൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാണ്ടിരിക്കുക. എത്രയും നേരത്തെ അതിനുവേണ്ടി ശ്രമിക്കുക. അത് നടക്കുന്നില്ല എങ്കിൽ നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട്, വെറുതെ ആരെങ്കിലും പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നല്ലൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സെൻറ്ററിൽ ചെന്ന് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് തേടുക. ഇത്രയാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞതെന്ന് മനസ്സിലായ കാര്യങ്ങൾ.